Hi dear students, welcome to Innovations Technical Institute. Innovations പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കോഴ്സാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓർ ഡെമോൺസ്ട്രേറ്റർ ഓർ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. നമുക്കറിയാം കേരള PSC ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ച ഒരു പോസ്റ്റാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2. ഇത് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരുവിധം എല്ലാ ബ്രാഞ്ചിലും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൽ വിളിച്ച പോസ്റ്റിനെ കുറിച്ചും അതിൻ്റെ സിലബസ്, ആ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ 678/2022. ഈ ഒരു പോസ്റ്റ് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജസ്, പോളിടെക്നിക് കോളേജസ്, ടെക്നിക്കൽ സ്കൂളുകൾ, ഇവിടെയാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജ്, അതേപോലെ പോളിടെക്നിക് കോളേജ്, ടെക്നിക്കൽ ഹൈസ്കൂള്, ഇവിടെയൊക്കെയുള്ള ലാബിലെ പോസ്റ്റാണ്. ലാബ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2 എന്ന് പറയും. ഇനി ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ ഇതാണ് 41,300 to 87,000. ഇതാണ് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ. ഇനി ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വാക്കൻസി എന്ന് പറഞ്ഞാൽ 31 ആണ്. 31 വാക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തതാണ്. നമുക്കറിയാം കേരള PSCയുടെ എക്സാം കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ ഈ 31 വാക്കൻസി ഫില്ലാവും. പിന്നെ ആ ഒരു റാങ്ക് ലിസ്റ്റിന് 3 വർഷം വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഈ 3 വർഷത്തിൽ വരുന്ന വാക്കൻസിയൊക്കെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് എടുക്കുക. അപ്പോൾ സാധാരണ എപ്പോഴും എന്താണ്, ആ വാക്കൻസികൾ കൂടാറുണ്ട്. അത് 2 ടൈംസും 3 ടൈംസൊക്കെ ആവാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരുപാട് വാക്കൻസീസ് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പോസ്റ്റെങ്കിൽ നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ BTech, ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമയാണ്, ഹയർ ആയിട്ട് BTechഉം. അപ്പോൾ അത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങോ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സിലബസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പെക്റ്റഡ് സിലബസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് വരിക എക്സാമിൻ്റെ 3 മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പാണ് PSCയുടെ വെബ്സൈറ്റിൽ ഡീറ്റെയിൽഡ് സിലബസ് വരിക. പക്ഷേ നമ്മൾ ആ ഒരു സിലബസിന് വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നമുക്കറിയാം ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. എല്ലാവരും നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ പഠിച്ചു തുടങ്ങും. അപ്പോൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് വെയിറ്റ് ചെയ്യുന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പഠിച്ച് നമ്മളെ ഫ്രണ്ടിലാവും. അപ്പോൾ പിന്നെ സിലബസ് വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഈ ഒരു പോസ്റ്റിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതായിരിക്കും അതിൻ്റെ സിലബസ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അത് ഹയർ വെച്ചിട്ട് BTechക്കാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ആയതുകൊണ്ട്, ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3 വർഷമാണ്. അപ്പോൾ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം പഠിക്കുന്ന കാര്യങ്ങൾ, അതിൽ മെയിനായിട്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ സിലബസിൽ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഇതിന് മുമ്പ് നടന്ന വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ യൂസ് ചെയ്തിട്ടും, അതേപോലെ പോളിടെക്നിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എക്സ്പെക്റ്റഡ് സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മിക്കവാറും ഇതിനകത്തുള്ള ഈ ഒരു എക്സ്പെക്റ്റഡ് സിലബസിനകത്തുള്ള കാര്യങ്ങളെ മെയിൻ സിലബസിലും വരുള്ളൂ. അപ്പോൾ PSCയുടെ സിലബസ് വരുന്ന സമയത്ത് അവർ മൊഡ്യൂൾ തിരിച്ച്, ഇപ്പോൾ വരുന്ന സിലബസിൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൊഡ്യൂൾ വൈസ് ആയിട്ട് ഓരോ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന മാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് സിലബസ് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പേപ്പറാണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ സബ്ജക്റ്റാണ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, അതേപോലെ നെറ്റ്വർക്ക് തിയറംസ്. ഇവിടെ ഈ സിലബസിലുള്ള ഓരോ കാര്യങ്ങളും ഞാൻ ഇപ്പോൾ വായിക്കുന്നില്ല. അപ്പോൾ ഇത് ടീച്ചേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകളാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ സബ്ജക്റ്റാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നെറ്റിക്സ്. ഇതിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ചും ഇലക്ട്രോമാഗ്നെറ്റിക്സിനെ കുറിച്ചുമാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. മൂന്നാമത്തെ സബ്ജക്റ്റ് സെൽസ് ആൻഡ് ബാറ്ററീസ്. നാലാമത്തേത് AC ഫണ്ടമെൻറ്റൽസ്. അപ്പോൾ ഇവിടെയൊക്കെ
മിക്കവാറും സബ്ജക്റ്റിൽ നിന്നൊക്കെ എന്തുണ്ടാവും, പ്രോബ്ലംസ് ഉണ്ടാവും, സിമ്പിൾ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് സിമ്പിൾ പ്രോബ്ലംസ് ചെയ്യിപ്പിക്കും. 5ാമത്തെ സബ്ജക്റ്റ് മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൽ ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിനെ കുറിച്ചും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുന്നത്. 6ാമത്തത് DC മെഷീൻസ്. DC മെഷീൻസിൽ DC ജനറേറ്ററിനെ കുറിച്ചും DC മോട്ടോഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. 7ാമത്തത് AC മെഷീൻസ്. AC മെഷീൻസിൽ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റേഴ്സ്, 3 ഫേസ് സിങ്ക്രണസ് മോട്ടർ, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് AC മെഷീൻസിൽ പഠിക്കാനുള്ളത്. 8ാമത്തത് റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. 9ാമത്തത് പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് പവർ സിസ്റ്റമാണ് 9ാമത്തെ സബ്ജക്റ്റ്, പവർ സിസ്റ്റം. 10ാമത്തത് ബേസിക് ഇലക്ട്രോണിക്സ്. 11ാമത്തത് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്, EDC, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ്. 12ാമത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. 13 പവർ ഇലക്ട്രോണിക്സ്. 14 മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ്. 15 കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഈ 15 സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ നോക്കാം. ഇത് കുറച്ച് മുമ്പാണ് ഈ ഒരു എക്സാം നടന്നത്. അപ്പോൾ അന്ന് ഓരോ സബ്ജക്റ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസാണ് വന്നത് നോക്കാം. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെയല്ല ചോദിക്കുക. കാരണം ഇപ്പോൾ PSCയുടെ സിലബസിൻ്റെ പാറ്റേൺ പ്രകാരം മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളിൽ നിന്ന് കറക്റ്റ് എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇതിൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്സ് എന്ന് 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക്സ് 7 ക്വസ്റ്റ്യൻസ്. സെൽസ് ആൻഡ് ബാറ്ററീസ് 4 ക്വസ്റ്റ്യന്. AC ഫണ്ടമെൻ്റൽസ് എന്ന് 4 ക്വസ്റ്റ്യന്. മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് 5 ക്വസ്റ്റ്യൻസ്. DC മെഷീൻസ് 10 ക്വസ്റ്റ്യന്. AC മെഷീൻസ് 29 ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മെഷീൻസിൽ നിന്നാണ്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി 1 ക്വസ്റ്റ്യന്. പവർ സിസ്റ്റത്തിൽ നിന്ന് 12 ക്വസ്റ്റ്യന്. ഇലക്ട്രോണിക്സിൽ നിന്ന്, അതായത് ബേസിക് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇതിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. പവർ ഇലക്ട്രോണിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യന്. ഇതിന് മുമ്പ് നടന്ന എക്സാമിന് മൈക്രോ പ്രോസസ്സർ, മൈക്രോ കൺട്രോളർ, കൺട്രോൾ സിസ്റ്റം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിപ്ലോമ ബേസ്ഡ് എക്സാമിനൊക്കെ ഇത് സിലബസിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽഡ് സിലബസ് വരുമ്പോഴും ഈ ടോപ്പിക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻസ് ഇതിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഓരോ സബ്ജക്റ്റ് തീരുമ്പോഴും അതിൻ്റെ സബ്ജക്റ്റ് വൈസ് എക്സാം ഉണ്ടാവും, മോഡൽ എക്സാംസ് ഉണ്ടാവും, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്, പിന്നെ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്. ഇത്രയാണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 6000 ആണ് കോഴ്സ് ഫീ വരിക. ആദ്യം അഡ്മിഷൻ എടുക്കുന്നവർക്ക് അതിൻ്റെ പകുതി ഫീസ് അടച്ചാൽ മതി, 3000 ഫീസ് അടച്ചാൽ മതി. താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.